സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ആ വാക്ക് ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് കാണിക്കുന്നു. അത് ആനന്ദ സ്വരൂപമാണ്, കട്ട പിടിച്ചിട്ടുള്ള സ്വരൂപമാണ്. ആഞ്ഞൻ തിരുമേനി പറഞ്ഞ സച്ചിദാനന്ദ കട്ട എന്ന് വിളിക്കുന്നത് അതാണ്. ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് പറയണത് എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ലക്ഷ്യം മോക്ഷം തന്നെയാണ്. ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞാൽ നമുക്ക് ആത്യന്തികമായിട്ട് കിട്ടുന്നത് മോക്ഷം തന്നെയാണ്. ആ മോക്ഷം തന്നെയാണ് നമ്മുടെ പരമമായ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് പറഞ്ഞത്. ഗുരുവായൂരപ്പ, ഇനി ഗുരുഭവനപുരേ ഭാതി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മത്തിന്റെ ദർശനം ദുർലഭമാണെങ്കിലും അത് സുലഭമായിട്ട് കിട്ടും എന്ന് കാണിച്ചു തരും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മളെ പ്രചോദിപ്പിക്കണം ഭഗവാനെ ഭജിക്കാൻ. ഗുരുഭവനപുരേ ഭാതി, ഇത് അവിടെ ഉണ്ട്, വന്ന് നോക്കിക്കോളൂ, അതുകൊണ്ട് ധൈര്യമായിട്ട് വരൂ എന്നാ പറഞ്ഞു. എന്നിട്ട് ഒരു പ്രസ്താവനകൾ പറയുന്നു. സുഹൃതം ചെയ്തവർക്ക് ആ ദർശനത്തിന് അധികാരമുണ്ട്, പുണ്യം ചെയ്തവർക്ക് ആ ദർശനത്തിന് അധികാരമുണ്ട് എന്നാണ് ഹന്തഭാഗ്യം ജനാനാം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കാര്യം ഉറപ്പാണ്, മുൻപേ പറഞ്ഞ നിത്യമുക്തം എന്ന വാക്കുകൊണ്ട് വൺസ് ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് ജീവിച്ചിരിക്കെ തന്നെ ശരീരം കൊണ്ട് തന്നെ ഇരിക്കുമ്പോഴും ഭഗവാനിൽ ആറാടിക്കൊണ്ടിരുന്നാൽ പിന്നെ സാംസാരിക ബന്ധം കൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയണം. അതാണ് നിത്യമുക്തം. അജ്ഞാത്വാദേ മഹത്വം യതിഹനിഗതിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ ഗുരുതാ ആയുരാരോഗ്യ സൗഖ്യം. ഹരേ ഗുരുവായൂരപ്പ സർവേശ്വര നാരായണ നാരായണ നാരായണ.